ചാരപ്രവർത്തനം നടത്തിയ വ്ളോഗർ ജ്യോതി മഹോത്രയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനുമായിട്ടുള്ള ഈ പ്രശ്ന സമയത്ത് കഴിഞ്ഞ പഹൽഗാം സംഭവത്തിന് ശേഷം 2 ആഴ്ചക്കുള്ളിലാണ് ഇവരുടെ അറസ്റ്റ് നടന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നാണ് വ്ളോഗറുടെ പേരിലുള്ള ആരോപണം. വ്ളോഗർക്ക് 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ജ്യോതി മഹോത്ര 2 ആഴ്ചത്തോളം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും അവർ സന്ദർശിച്ചിരിക്കുന്ന 2 ആഴ്ച കൊണ്ട്. ഒരു വരവ് വന്ന് പോയതല്ല. കേരളത്തിലെ ഒപ്പിയെടുത്തുകൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. അവര് കൊച്ചിയിലെ വിനോദസഞ്ചാര മേഖലയിലെല്ലാം അവർ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയും. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്ന കൊച്ചിയിലെ 2 സ്ഥലങ്ങളാണ്. അത് ഇവിടുത്തെ ചില ഷോപ്പിംഗ് മാളുകൾ, വളരെ പുരാതന കാലഘട്ടം മുതൽ ഈ 2 സ്ഥലങ്ങൾ ഷോപ്പിംഗ് പ്ലേസസും അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അവര് മെട്രോ സ്റ്റേഷനിൽ വന്നു, അവിടുത്തെ ഫോട്ടോ എടുത്തു. വാട്ടർ മെട്രോയും അവരെടുത്തു. പിന്നെ അവർ തൃശ്ശൂര് കുത്താപ്പള്ളി നെയ്ത്തി ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ട്, വേൾഡ് ഫേമസ് ആണ്. അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മൂന്നാറും കണ്ണൂറും വിനോദസഞ്ചാര മേഖലകളെല്ലാം നടന്ന് ഫോട്ടോ എടുത്തു. കോഴിക്കോടിന്റെ സൗന്ദര്യം അവർ ഒപ്പിയെടുക്കുന്നുണ്ട്. അവരെ പിടിക്കാൻ കാരണം പാക് ഇന്റലിജൻസിലുള്ള ഒരാളുമായിട്ട് ഇവർ ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. ഇവർ വ്ളോഗറായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടാൽ ഇത് കൈമാറേണ്ട ആവശ്യമില്ല, ഇത് അവർക്കങ്ങ് അയച്ചു കൊടുക്കാൻ പറ്റും. അത് രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ എല്ലാത്തിൻ്റെയും പ്രത്യേകമായ ഫോട്ടോ എടുത്ത് 2 ആഴ്ച കൊണ്ട് കേരളത്തിലെ ഒപ്പിയെടുത്തിട്ട് അവർ പാകിസ്ഥാനിലെ ഇന്റലിജൻസിലെ ഒരാൾക്ക് അയച്ചു കൊടുത്തിരിക്കാം. കാരണം അയാളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 12 പേരെ ചാരപ്രവർത്തനം ഇന്ത്യയിലെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും അവിടെ നമുക്കറിയാം, ഇപ്പോഴത്തെ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മുടെ അതിർത്തികളിൽ ഏറ്റവും കൂടുതൽ ബോംബിങ് നടന്ന, പാക് ഷെല്ലിംഗ് ഒക്കെ നടന്ന ആ ഏരിയയാണ്. ആ ഏരിയയിലുള്ളവരെയാണ് 12 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സൈനിക നടപടി ചോർത്തിയ ഹരിയാനയിലെ ഒരാളുണ്ട്, മുഹമ്മദ് താരിഫ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ കാരണം അവിടുത്തെ പാക് എംബസിയിലെ ഒരു വ്യക്തി ഇവർക്ക് ഒരു സിം കാർഡ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബന്ധം ആണ് ഈ സൈനിക നടപടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോർത്തി കൊടുക്കാൻ കാരണം ഇയാളാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഹമ്മദ് താരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അയാള് ഹരിയാനയിലെ നൂഹ് ജില്ലക്കാരനാണ്. കാങ്കർ എന്ന ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ അയാൾക്ക് എങ്ങനെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരാളുമായിട്ട് ബന്ധം വന്നു? അയാൾ സിം കാർഡ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത് ചാരപ്രവർത്തനം തന്നെയാണ്, യാതൊരു സംശയമില്ല. പഞ്ചാബിൽ നിന്ന് തന്നെ 3 പേരെ കൂടെ ചാരപ്രവർത്തനം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലാക്സർ മാസി എന്ന് പറഞ്ഞ ഒരാള്, സൂർജ് മാസി, എമീൻ മുഹമ്മദ്, 3 പേരെ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നുണ്ട് 2 പേര്, നൗമാർ ഇലാഹി, ദേവേന്ദ്ര സിംഗ്. UP നിന്ന് ഒരാളെ, അയാള് ഷഹ്സാദ് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവര് 11 പേരും പഞ്ചാബിലെ നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ഡീറ്റെയിൽസുകളെല്ലാം അയച്ചു കൊടുത്ത മുഹമ്മദ് താരിഫ്. രാജ്യത്ത് ഈ ക്രൂഷ്യൽ ടൈമില് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും രാജ്യത്തെ ചതിച്ച് രാജ്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാനിലുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്ന നടപടി തീർച്ചയായിട്ടും അത് രാജ്യദ്രോഹം തന്നെയാണ്. അവർക്കെതിരായിട്ട് രാജ്യദ്രോഹത്തിന് കേസെടുക്കേണ്ടി വരും. അവരെ തൂക്കിക്കൊന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാലാകാലങ്ങളത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും. ഇതുപോലെയുള്ള വളരെയധികം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലേറ്റവും കുപ്രസിദ്ധനായ ഒരാളുണ്ട്, കുമാർ നാരായണൻ. അതൊക്കെ 1985 കാലഘട്ടത്തില് കുമാർ നാരായണനെ ഇന്ത്യ അല്ലെങ്കിൽ ചാരപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലെ വലിയ വാർത്തയായിരുന്നു അത്. അയാളെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ്. അയാള് റഷ്യക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫ്രാൻസിന് വേണ്ടിയുമാണ്
ഈ ചാരപ്രവർത്തനം നടത്തിയെന്നാണ് അന്ന് വന്ന വാർത്തകൾ. അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയന്റെ കീഴിലെ പോളണ്ട് ഉൾപ്പെടെയുള്ള വളരെയധികം രാജ്യങ്ങൾ ആ റഷ്യൻ ഫെഡറേഷനിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ്. റഷ്യയാണ് ആ ചാരപ്രവർത്തനം നടത്താനായിട്ട് വേണ്ട സഹായം ചെയ്തു എന്ന് പറയുന്നു. ഫ്രാൻസിൻ ഇയാള് കുമാർ നാരായണൻ ചാരപ്രവർത്തനം നടത്തിയിട്ടും ഏതായാലും പിടിവീഴുമ്പം കുമാർ നാരായണൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അയാളെ ജീവനോടെ പിടിക്കാൻ പറ്റിയില്ല. അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത് വന്നപ്പോൾ ഒരിക്കലും കുമാർ നാരായണൻ എന്ന് പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഈ രീതി പ്രവർത്തിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾ മരണപ്പെട്ടു. എങ്ങനെ മരണപ്പെട്ടു എന്നല്ല, അയാളെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഇതാണ് 1985 കാലഘട്ടത്തിലെ ഇന്ത്യയെ ഞടുക്കിയ ഒരു ചാരിപ്രവർത്തനം. ഇപ്പോൾ ആൾക്കാർ കൂടിയിരിക്കുന്നത് 12 പേരോളം വന്നിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാര് ഒരിക്കലും രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ പാടില്ല. അത് തീർച്ചയായും അവർക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അർഹതയില്ല. അവർ രാജ്യം വിട്ടു പോകുന്നതായിരിക്കും നല്ലത്. അതിശക്തമായ നടപടി ഇന്ത്യ ഉണ്ടാവും. ഇങ്ങനെ ഒറ്റുന്നവർക്ക് തീർച്ചയായിട്ടും തൂക്കുകയറ് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ഫോട്ടോ എടുത്ത് ശത്രു രാജ്യത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും പുറക്കാൻ ഉണ്ടാവില്ല. കാരണം പണത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അത് രാജ്യദ്രോഹമായാലും എന്ത് ദ്രോഹമായാലും ശരി, പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ചെയ്തു കൊടുക്കുന്ന ധാരാളം പേരെ നമുക്കറിയാം. അതേപ്പറ്റി ആൾക്കാർ ചിന്തിച്ചു വേണം തീരുമാനമെടുക്കാൻ. ഇങ്ങനെ പണം കൈക്കലാക്കാൻ വേണ്ടി സ്വന്തം വീട്ടുകാരെ, നാട്ടുകാരെ, അതുപോലെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ അവകാശമില്ല എന്ന് കരുതിക്കോണം. അങ്ങനെയുള്ളവര് ഈ ഒരു പരിപാടി കൊണ്ട് പോയാൽ അതിശക്തമായ നടപടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കണം. എന്നിട്ട് നടപടികളുണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മുടെ പാർലമെന്റ് അവിടെ കയറി ബോംബ് വെച്ച് ആക്രമിച്ച ഒരു സംഭവം, അതിന് ഫൈനാൻസ് ചെയ്ത ആളെ എന്നും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അല്ലെ, ഈ അടുത്ത കാലത്ത് ആണ് തൂക്കിക്കൊന്നത്. അപ്പൊ ഇന്ത്യയിലെ നമ്മൾ തൂക്കിക്കൊലയ്ക്ക് എതിരായിട്ടുള്ള ജഡ്ജ്മെന്റാണ് കൂടുതൽ വരുന്നതെങ്കിലും രാജ്യദ്രോഹത്തിന് വരുന്ന കാര്യം ക്ഷമിക്കുക, രാജ്യം തന്നെ അപകടത്തിലാകുന്നതാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകും. കസബിനെ നമുക്കറിയാം, ബോംബെയിൽ വന്ന് അവിടെ ഭീകരപ്രവർത്തനം നടത്തിയ ആ ഒരാളെ ജീവനോടെ പിടിച്ചു, നമ്മൾ അയാളെയും തൂക്കിക്കൊന്നു. ഇപ്പൊ തന്നെ ഇന്ത്യയില് പലരും രാജ്യദ്രോഹത്തിന് ജമ്മു കാശ്മീർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് പലരും അറസ്റ്റിലേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ ഗതി, അവർ രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണെന്ന് മനസ്സിലാക്കിക്കോണം. ഏതായാലും ജ്യോതി മൽഹോത്ര അവര് വ്ളോഗറാണ്. അവർക്ക് പണം അങ്ങനെ കിട്ടുന്നുണ്ടാവും. 3 ലക്ഷം ഫോളോവേഴ്സ് അവർക്കുണ്ട്. അവര് ഇന്ത്യയിലെ ഈ വ്ളോഗർ ജോലി ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ വ്ളോഗർ ചെയ്യുന്ന ഒരാള് പാകിസ്ഥാൻ ശത്രു രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും നമ്പർ 1 ശത്രു രാജ്യം പാകിസ്ഥാൻ തന്നെയാണ്. അവിടുത്തെ ഇന്റലിജൻസുമായിട്ട് ഒരു കോളോ അല്ലെങ്കിൽ 2 കോളോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഒരു സേയും ഇല്ല, മറുപടി പറയാൻ പറ്റില്ല. രാജ്യദ്രോഹത്തിന് തന്നെ അകത്തു പോകും, യാതൊരു സംശയവുമില്ല.